ഒട്ടും കയ്പില്ലാത്ത നല്ല നാടൻ കയ്പക്ക കറി വിത്ത് മാങ്ങ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? പൊളിക്കൂലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തരി കയ്പില്ല. അതും തന്നെയല്ല, കുട്ടികൾക്ക് പോലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരൊറ്റ കയ്പക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നിൽക്കുക. ഉള്ളിലെ സംഭവങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനെ എടുക്കാം കേട്ടോ. നല്ല മൺചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിലേക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കയ്പൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നാലാണ് ആ കയ്പ് ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. നന്നായി കയ്പൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ പച്ചമാങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ആ പച്ചമണക്കം ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇത് അരപ്പ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരൊറ്റ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ പരുവെന്ന് പറയുന്നത്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം വേവിക്കാനൊന്നും തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിള വരാനേ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വറവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും കയ്പില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരിപ്പും കൂടി ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ, നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, ഒന്ന് സബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഒരു സപ്പോർട്ടൊക്കെ തരാം ഇടയ്ക്ക്. അപ്പോൾ ഇതൊട്ടും കയ്പില്ലാത്തൊരു കറിയാണ്. കുട്ടികൾക്കും വലിയ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിലാണെങ്കിലും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും സബ് ചെയ്യുക.